ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ വനിതാ ഉത്സവിന്റെ പാർട്ട് 1 വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവരും കണ്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ഇന്ന് പാർട്ട് 2 വീഡിയോ ആയിട്ട് വന്നേക്കാണ്. അതിന്റെ ബാക്കി കാഴ്ചകളാണ് ഇതിനകത്ത് നമ്മൾ കാണിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ അടുപ്പിച്ച് കുറേ കടകൾക്ക് ശേഷം പിന്നെ നമുക്ക് ഇവിടെ ഒരു ബ്രേക്ക് ടൈമാണ്. ശരിക്കും ഇവിടെ ഐസ്ക്രീം ഉണ്ട്. നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, ടർക്കിഷ് ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കോൺ ഐസ്ക്രീം ആയിരിക്കും. അതിങ്ങനെ ഓരോരുത്തരുടെ കയ്യിൽ ഇങ്ങനെ വെച്ച് ജസ്റ്റ് ഒരു രസത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കളിപ്പിക്കുന്ന രീതിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് വീഡിയോസ്. അപ്പോൾ ആ സംഭവമാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളത് വാങ്ങിച്ചിട്ടില്ല, ജസ്റ്റ് ഓരോരുത്തർ മേടിക്കുമ്പോൾ അവരെ ഒന്ന് കളിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് നമുക്ക് കണ്ടിരിക്കാനൊരു രസമാണ്. പിന്നെ ഈ ഒരു ഏരിയ ഫുള്ള് നമ്മുടെ ബുക്സ് ആണ് കേട്ടോ. വായിക്കാനുള്ള റീഡിങ് ബുക്സ് ഉണ്ട്. പിന്നെ കിഡ്സിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ കളറടിക്കുന്ന ബുക്ക് തൊട്ട് സാധാ നോട്ട് ബുക്ക് വരെ ഉണ്ട് ഇവിടെ. പിന്നെ നമ്മുടെ സ്കെച്ച് ഉൾപ്പെടെയുള്ള നമുക്ക് ക്രയോൺ അല്ലെങ്കിൽ സ്കെച്ച് വെച്ചിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടുള്ള രീതിയിൽ ആ പെൻസിൽ ഉൾപ്പെടെയുള്ള ബുക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ വിത്തുകളൊക്കെ വിൽക്കുന്ന ഒരു സ്റ്റോളായിരുന്നു. ഒരുപാട് ചെടികളുടെ അല്ലെങ്കിൽ നമ്മുടെ പച്ചക്കറികളുടെ ഒക്കെ വിത്തുകളുണ്ടായിരുന്നു. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ അച്ചാറുകളൊക്കെ ആയിരുന്നു. ഇവിടെ ഒരു 50 വെറൈറ്റി ടൈപ്പ് അച്ചാറുകളാണ്, ഇവർ തന്നെ ഉണ്ടാക്കുന്നതാണ്.
പിന്നെ ഇത് നമ്മുടെ കൊല്ലത്തു നിന്നുള്ള ഒരു കാഷ്നട്ട്സിൻ്റെ ഒരു ഇതായിരുന്നു. ഇവിടെ ലൈവായിട്ട് തന്നെ ചുട്ട് അത് തല്ലി, അതായത് പൊട്ടിച്ച് കാഷ്നട്ട്സ് കൊടുക്കുന്നതിൻ്റെ. അപ്പോൾ 1 kg പിന്നെ 500 ഗ്രാം നമ്മുടെ 1/4 കിലോയോളം ഒക്കെ വെച്ചിങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ തൊലി ഉള്ളതും തൊലി ഇല്ലാത്തതും സെപ്പറേറ്റ് നമുക്ക് വാങ്ങാം. അപ്പം അങ്ങനത്തെ ഒരു സ്റ്റോളായിരുന്നു ഇത്. അപ്പോൾ ഇവിടും നമ്മൾ കാഷ്യൂസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ തൊട്ട് അങ്ങോട്ട് നമ്മുടെ ഫ്ലവർ ഷോ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ രാജസ്ഥാനി കപ്പുകളും ബൗളുകൾ, പാത്രങ്ങളെല്ലാം രാജസ്ഥാനി പാത്രങ്ങളായിരുന്നു കേട്ടോ. കപ്പ്, ഗ്ലാസ്, അങ്ങനത്തെ എല്ലാ സംഗതികളും ഉണ്ട്, സ്പൂണും.
പിന്നെ ഇവിടെ ഒരുപാട് ബുക്സ്, നമുക്ക് റീഡിംഗ് ബുക്സ് ഒത്തിരിയും ഇരിപ്പുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അല്ലാതുള്ള നോളജ് പരമായിട്ടുള്ള ബുക്കുകളും ഓരോരുത്തർ എഴുതിയത് ബുക്കുകളും എല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ ബാലരമ കേവ് തുടങ്ങുകയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഈ ഒരു ബുക്സിൻ്റെ സെക്ഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ ബാലരമയിലുള്ള പല ക്യാരക്ടേഴ്സിൻ്റെ, മായാവി എന്ന് പറയുന്ന കഥയുടെ ആണെങ്കിലും നമ്മുടെ സൂത്രൻ ആ ക്യാരക്ടറും എല്ലാ ക്യാരക്ടേഴ്സും ബാലരമയിലെ ക്യാരക്ടേഴ്സ് എല്ലാം വെച്ചിട്ട് ഒരു ഗുഹ പോലെ ഇവരുണ്ടാക്കിയിരിക്കുകയാണ്. അതാണ് ഈ ഒരു ബാലരമ കേവ് എന്നും പറഞ്ഞിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്കിവിടെ മായാവിയുടെയും ലുട്ടാപ്പിയുടെയും ഒക്കെ പടങ്ങൾ വെച്ചിട്ടുള്ള നോട്ട് ബുക്കും അതുപോലെ ടീഷർട്ട് പ്രിൻ്റ് ചെയ്തതുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ കപ്പ്, പിന്നെ ഫ്ലാസ്ക്, ഇങ്ങനത്തെ പല പ്രോഡക്ട്സും നമ്മുടെ ബാലരമയിലെ ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള രീതിയിലത്തെയൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. കപ്പുണ്ട്, കീ ചെയിൻ ഉണ്ട്, ബോട്ടിൽസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ബാലരമ കേവ്. ഇനി നമുക്ക് കേവിനകത്തേക്ക് കയറാം. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ ഫുഡ് കോർട്ടാണ്. ഇത് കുടുംബശ്രീയുടെ ഫുഡ് കോർട്ടാണ് ഈ കാണുന്നത്. അപ്പോൾ കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട്. ആദ്യം തന്നെ നമ്മുടെ പായസത്തിൻ്റെ ഒരു സ്റ്റോളായിരുന്നു. പല ടൈപ്പ് പായസങ്ങൾ അവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ ഫ്രൂട്ട് ജ്യൂസസ് കിട്ടുന്ന ഒരു സ്റ്റോളുണ്ട്. പിന്നീട് നമ്മുടെ തന്തൂരി, അതേപോലെ അങ്ങനത്തെ ഐറ്റംസൊക്കെ നമുക്ക് ഫുൾ കഴിക്കാനുള്ള ഒരുപാട് ഐറ്റംസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ നിന്ന് എന്ത് നമുക്ക് ഒരു ഫുഡ് വാങ്ങണമെന്നുണ്ടെങ്കിലും ആദ്യം ഇവിടെ വന്നൊരു 20 രൂപയുടെ സാധനമാണെങ്കിൽ നമ്മൾ 20 രൂപയുടെ ഒരു കൂപ്പൺ പോലെ ഒരു ഇതെടുക്കണം. അപ്പോൾ അവിടെയാണ് പേയ്മെൻറ്റും കാര്യങ്ങളും ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഫുഡ് മേടിക്കാൻ വേണ്ടി ഓരോ സ്റ്റാളിലും പോയി ഫുഡ് മേടിക്കുന്ന ആ പാസ് കാണിച്ച് അത്രേ ഉള്ളൂ. അല്ലാതെ പേയ്മെൻ്റ് ഒക്കെ ചെയ്യുന്നത് വേറൊരിടത്താണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 200 രൂപയുടെ, 100 രൂപയുടെ, 500 രൂപയുടെ അങ്ങനെ ഓരോ പാസ് പോലെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുകൊണ്ട് നമ്മൾ അവിടെ കൊണ്ട് കാണിച്ചാലാണ് നമുക്ക് ഫുഡ് അവിടെ നിന്ന് തരുന്നത്. അപ്പോൾ നമ്മൾ പായസത്തിൻ്റെ ആയിരുന്നു, അപ്പം 50 റുപ്പീസിൻ്റെ ആയിരുന്നു നമുക്ക് വേണ്ടത്. അപ്പോൾ അത് ഇവിടെ നിന്ന് ഇതേപോലെ കാർഡ് മേടിച്ചിട്ട് ഇവിടെ നമ്മൾ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തിട്ട് പായസത്തിൻ്റെ ആ സ്റ്റോളിൽ പോയിട്ട് നമ്മളത് കാണിച്ച് ഫുഡ് മേടിക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഏകദേശം നമ്മൾ കണ്ട് കഴിയാറായി കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഭാഗത്ത് എല്ലാം ഗെയിംസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. 7 റിങ് നമുക്ക് തരും. 50 റുപ്പീസാണ് നമ്മൾ കൊടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഓരോ ഐറ്റംസിൽ വീഴുന്ന രീതിയിൽ നമുക്ക് ഇട്ട് നോക്കാം റിങ്സ്. അപ്പം ഏത് സാധനത്തിലാണോ അത് പോയി വീഴുന്നത് ആ സാധനം നമുക്ക് കിട്ടും. അങ്ങനെയാണ്. അപ്പോൾ 7 റിങ്ങാണ്. ഇതിൽ ഏത് റിങ് പല ഐറ്റംസ് വീണാലും ആ സാധനം എല്ലാം നമുക്ക് കിട്ടും. പക്ഷെ അത് വീഴണം. പിന്നെ അവരും ഇങ്ങനെ വീഴാത്ത രീതിയിലായിരിക്കും ചിലപ്പോൾ ഓരോ സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുന്നതും. അപ്പം നമ്മളത് ട്രൈ ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഒരു പരിശ്രമം എന്നുള്ള രീതിയിൽ നമ്മൾ വേറൊരു ഗെയിമിലേക്ക് വന്നു. അപ്പോൾ ഇത് നമുക്ക് ഒന്നുകിൽ വലിയ ബോൾ വെച്ചിട്ട് ഒറ്റ അവസരമേ കാണത്തുള്ളൂ. ഒറ്റ തവണ മാത്രമേ നമുക്ക് എറിയാൻ പറ്റുള്ളൂ. അന്നേരം ആ ഫുൾ ഗ്ലാസ് നമ്മൾ താഴെ ഇടുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ പിന്നെ വേറൊരു ഓപ്ഷൻ 3 ബോൾസ് അവർ തരും. 3 തവണ നമുക്ക് എറിഞ്ഞ് ആ ഗ്ലാസ് ഫുള്ള് നമുക്ക് താഴെ വീഴ്ത്താം. ഈ 2 രീതിയിലും പറ്റും. അപ്പം നമ്മൾ 3 ബോൾസ് വെച്ചിട്ട് ആ ഗ്ലാസ് എറിയുന്നത് ചെയ്യാനായിരുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വനിതാ ഉത്സവം. ഇവിടം കൊണ്ട് തീരുവാണ്. നമ്മുടെ മൺപാത്രങ്ങളൊക്കെയാണ് ഏറ്റവും ലാസ്റ്റിലായിട്ട് അവിടെ വെച്ചേക്കുന്നത്. അപ്പം ഇതുവഴിയാണ് നമ്മൾ ഇറങ്ങുന്നത്. കയറുന്നത് നമ്മൾ വേറെ വഴി കൂടാണ്. അപ്പം ഇതാണ് നമ്മുടെ വനിതാ ഉത്സവം. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ടുള്ളത്. അപ്പം നിങ്ങളും തീർച്ചയായിട്ടും വരണം, കാണണമെന്ന് ഞാൻ പറയത്തുള്ളൂ. അത്രയ്ക്കുള്ളത് കാണാനും പിന്നെ ഗെയിംസ് ആണേലും എല്ലാം നമ്മൾ പിള്ളേർക്കാണേലും എൻ്റർടൈൻ ചെയ്യിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതും 50 റുപ്പീസ് മാത്രമാണ് ടിക്കറ്റ് എന്ന് പറയുന്നത്. അതിന് നമുക്ക് ഒരുപാട് കാണാനുണ്ട്. അപ്പം എല്ലാവരും വരണം. നമുക്കിത് നടക്കുന്നത് എറണാകുളത്താണ്, കലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം, കലൂർ. അപ്പോൾ ജനുവരി 23 ആണ് സ്റ്റാർട്ടായത് ഇത് വനിതാ ഉത്സവ്. ഫെബ്രുവരി 9 വരെയാണ് നടക്കുന്നത്. അപ്പം നിങ്ങൾക്ക് 9-ാം തീയതി വരെയും എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വന്ന് ഇത് കാണാം. അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഒരുപാട് ആസ്വദിച്ചു. അപ്പം എല്ലാവരും ഈ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും പുതിയ അടിപൊളി വീഡിയോസൊക്കെ ഇനിയും വരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ടോ നിങ്ങളും പോയെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അഭിപ്രായം പറഞ്ഞുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നമുക്ക് അടിപൊളി വീഡിയോ ആയിട്ട് എന്നും പുതിയ വീഡിയോസ് നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അപ്പം നമുക്ക് വീണ്ടും പുതിയ അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അപ്പോൾ അതുവരെയും ടാറ്റ ബൈ ബൈ പറയുന്നതിന് മുന്നേ ഇനിയും തൊട്ട് നമ്മുടെ ചാനലിൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷമായിരിക്കും വീഡിയോ വരിക. 2 മണി 3 മണി ആ ഒരു സമയത്തായിരിക്കും വീഡിയോ വരുന്നത്. എല്ലാവരും അപ്പോൾ കാണണം കേട്ടോ. ബൈ ബൈ.